അധികം ഏകാന്തമായിട്ടാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ആകപ്പാടെയുള്ളൊരു ആശ്രയം വായന എന്നുള്ളതായിരുന്നു. എമ്പതി എന്ന് പറയുന്ന സാധനമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. എഴുത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. ഇളയരാജ വളരെ സ്ട്രിക്റ്റാണ്, വളരെ പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ അനുഭവം മറിച്ചാണ്. പാട്ടിനെ അതേ സീരിയസ്നെസ്സിൽ കാണുന്നില്ല. പല പാട്ടുകളും സിനിമയ്ക്ക് ശേഷവും ജീവിക്കുന്നുണ്ട്. പല ആൾക്കാരും ഈ ഗാനരചന വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യം ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ രചയിതാവിനാണ് പണി. മിക്ക കലാകാർക്കും എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും കലയോട് താവുന്നത് എന്തെങ്കിലും എന്താ പറയുക ചെറുപ്പകാലം തൊട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആയിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും സമ്മാനിച്ച പുസ്തകത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കേട്ട കഥകളായിരിക്കാം, അല്ലെങ്കിൽ വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കണ്ട സിനിമകൾ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ രീതിയിൽ സാറിന് ഈ ചെറുപ്പകാലത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇങ്ങനെ എഴുത്തിലേക്ക്? ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ പിന്നെ ഒരു വായനയുടേതായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ വീട്ടിലെ ഏറ്റവും ചെറിയ ഒരു ആളാണ്. കാരണം എൻ്റെ മുകളിൽ കുറേ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല വായനാശീലമുള്ളവരായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അവർ അവർ പറയുന്നതൊക്കെ കേട്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ടാവും. പിന്നെ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും വായന എന്ന് പറയുന്നത് എനിക്ക്, കാരണം ചെറുപ്പത്തിൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം കൂട്ടുകൂടി കളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ അധികം ഏകാന്തമായിട്ടാണ് എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ആകപ്പാടെയുള്ളൊരു ആശ്രയം വായന എന്നുള്ളതായിരുന്നു. അപ്പോൾ വായനയിലൂടെയാണ് എനിക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിട്ടുള്ളത്. സാറിൻ്റെ ഈ ബയോഗ്രഫി എല്ലാത്തിലും ചെക്ക് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കൊരു ക്യൂരിയസ് ആയി തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഈ ഗേർഷോം, പെരുമഴക്കാലം, പരദേശി, കഥാമ, സ്വപ്നസഞ്ചാരി, ആദാമിൻ്റെ മകൻ അബു, ആടുജീവിതം, ഇതൊക്കെ എഴുതുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഒരു സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാസിയുടെ കഥ പറയുന്നതാണ്. അതും ഈ സിനിമകളിലെല്ലാം സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരമായിട്ടും, അതായത് ആ ഗാനം കേട്ടാൽ നമുക്ക് ആ സിനിമയിലെ മൊത്തം ഇമോഷൻസ് അറിയാൻ പറ്റും, ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന വിഷമം മനസ്സിലാക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് സിനിമ മുഴുവൻ കാണണമെന്ന് പോലില്ല, അത്രയും ശക്തിയായ വരികളും ഇതുമാണ്. അപ്പോൾ അത് അത്രയും ഉൾക്കൊണ്ട് എഴുതാനായിട്ടും അതിനെ കറക്റ്റായിട്ട് ഇമോഷൻസ് ആളുകളിൽ എത്തിക്കാനായിട്ടും സാറിന് പേഴ്സണലി എന്തെങ്കിലും രീതിയിലുള്ള അങ്ങനത്തെ ഒരു അനുഭവങ്ങളോ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ സംവിധായകർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സാറിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണോ? അല്ല, പ്രധാനമായിട്ടും ഒന്നാമതെന്ന് വെച്ചാൽ ഇത്തരം പ്രമേയങ്ങൾ എനിക്ക് എന്നെ ഏൽപ്പിക്കുന്നതാണല്ലോ, ഞാൻ ആവശ്യപ്പെടുന്നതല്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രവാസത്തിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ഞാൻ പ്രവാസി ഒന്നായിരുന്നില്ല. പക്ഷേ അതെനിക്ക് നല്ല അടുത്തറിയാവുന്ന ഒരു കാര്യമാണത്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ പലരും പുറത്ത് പോയിട്ടുള്ള ആൾക്കാരാണ്, കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ളതാണ്, സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രവാസം പോലെയൊന്നും അല്ല പഴയ ഒരു 70കളിലൊക്കെ ഉണ്ടായിരുന്നത്. കുറേ കൂടി കഠിനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ടും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ടും മറ്റ് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടായതുകൊണ്ടൊന്നും ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലുള്ള സ്ഥലത്ത് പ്രവാസമൊന്നും വലിയ പ്രവാസമായിരുന്നു വിചാരിക്കുന്നില്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടൊരു കത്ത് വരണമെങ്കിൽ 1-2 ആഴ്ച, മാസങ്ങളൊക്കെ എടുക്കണം. ഒരു കത്ത് മാത്രമേ ഉള്ളൂ. ഫോൺ ചെയ്യണമെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പ്രവാസകാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരം ആളുകളെക്കായിട്ട് എനിക്ക് അടുത്ത് അറിയാം. എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെനിക്ക് പെട്ടെന്ന് എനിക്കതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ പ്രവാസത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പോലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. എമ്പതി എന്ന് പറയുന്ന സാധനമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. എഴുത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. ഏതൊരു സംഗീതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളും സ്വപ്നം കാണുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്താണ് മീൻസ് അപ്പോൾ ആ സമയത്ത്, കാരണം ആൾക്ക് കൃത്യമായിട്ട് ആളുടേതായ മ്യൂസിക്കും വളരെ കൃത്യമായ ധാരണയുണ്ട്, അദ്ദേഹം പാടുകയും ചെയ്യുമെന്നല്ലാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിഭയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? AR റഹ്മാനായിട്ട് മലയാളത്തിലെ ഒരു ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ്. പക്ഷേ തമിഴിൽ ഡബ്ബിങ് സോങ്സൊക്കെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അതുപോലെ തന്നെ രാജസാറിനായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ രീതി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AR റഹ്മാൻ വളരെയധികം സ്ട്രിക്റ്റായിട്ട് മ്യൂസിക്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ ആ പെരിയോനെ എന്നുള്ള പാട്ട് അങ്ങനെയല്ല, അത് വരികൾ എഴുതിയിട്ട് ചെയ്തത്. അദ്ദേഹം ഇങ്ങനെ വരികൾ എഴുതിക്കോളാൻ പറഞ്ഞു എന്നോട്. സാധാരണ അങ്ങനെ അവർ ചെയ്യാറില്ല. ട്യൂൺ വളരെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്തതിന് ശേഷമാണ് ഇത് വരികൾ എഴുതിയിട്ട് ആ വരികൾക്ക് ട്യൂൺ ചെയ്തത്. എന്നിട്ട് അതിലൊരു ഹുക്ക് ലൈൻ പോലെ ഒരു പെരിയോനെ എന്നുള്ളത് അവർ ചേർക്കുക ചെയ്തത്. അങ്ങനെ ചേർക്കാൻ അവരുടെ എൻ്റെ സമൂഹത്തോട് കൂടിയിട്ട്. പിന്നെ മറ്റേ പാട്ട്, വേറെ പാട്ടും കൂടി ഉണ്ട്, നിന്നെ കിനാവ് കാണും, അത് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുമോ, ശരിയാവും. പക്ഷേ
വളരെ സിമ്പിളായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി ഭാഗ്യവശാൽ. 2 പാട്ടും മറ്റേ പാട്ട് പിന്നെ 3 പാട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടും അധികം കറക്ഷൻസോ പിന്നെ ഒന്നും വേണ്ടി വന്നിട്ടില്ല. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജാ സാറിൻ്റെ കാര്യത്തിലും ഇളയരാജ വളരെ സ്ട്രിക്റ്റാണ്, വളരെ പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അനുഭവം മറിച്ചാണ്. എന്നെ വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്നിട്ട് തന്നെയാണ് ചെയ്തത്, നേരിട്ട് ഇരുന്നിട്ടാണ്. ഇത് പിന്നെ റഹ്മാനായിട്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ 2-3 പടങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്കുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ റഹ്മാൻ സാറായിട്ട് ഒരുമിച്ചിരുന്ന് മീറ്റ് ചെയ്യാനോ അങ്ങനത്തെ? ഇല്ല, ഞങ്ങൾ ഈ ഇതിൽ മാത്രം ഈ നേരിട്ട് ഉണ്ടായിട്ടില്ല, നേരിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഈ റസൂൽ പൂക്കുട്ടി സാറുമായിട്ടും ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അദ്ദേഹമായിട്ട് അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്. വളരെ ഹമ്പിളായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യും, ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലൊരു അനുഭവമാണ് എനിക്കത്.